ഉണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് നമ്മൾ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നമ്മൾ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയോ നമ്മുടെ ചർച്ചക്കാർക്ക് വേണ്ടിയോ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, സകല മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ആ വാക്യത്തിനകത്ത് തന്നെ അതിനുള്ള മറുപടി ഉണ്ട്. 4-ാമത്തെ വാക്യം 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3 മുതൽ 4 വരെ വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം രക്ഷ ഒരുക്കി വെച്ചിരിക്കുകയാണ്. സകല മനുഷ്യർക്ക് വേണ്ടി ദൈവം രക്ഷ ഒരുക്കി വെച്ചത് കൊണ്ട് നമ്മൾ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്, നമ്മൾ എന്തുകൊണ്ടാണ് സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? 5-ാമത്തെ വാക്യം, എല്ലാവർക്കും മധ്യസ്ഥൻ ഒരുവനാണ്. അതാരാണ്? നമ്മുടെ കർത്താവാണ്. യേശുവാണ് സകല മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ. അതുകൊണ്ട് യേശുവിനെ അറിഞ്ഞ വ്യക്തിക്ക് സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. മൂന്നാമത്, നമ്മൾ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താണ്? മൂന്നാമത്, എല്ലാവർക്കും വേണ്ടി മറുവില ഒരുവനാണ്. അതാരാണ്? യേശുവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? 1, സകല മനുഷ്യർക്കും രക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. 2, സകല മനുഷ്യരുടെയും ഏക മധ്യസ്ഥൻ യേശു കർത്താവാണ്. 3, സകല മനുഷ്യർക്കും മറുവില ഒന്നായിരുന്നു, അത് യേശു കർത്താവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സകല മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്.